നോക്കിയിട്ട് ഇമാം ചെയ്യും. അവിടെയുള്ള ആളുകൾ അവിടെ ഇരുന്ന് ദിക്റൊക്കെ ചൊല്ലി ദുആ ചെയ്ത് എഴുന്നേറ്റ് പോകും. അങ്ങനെ ഒരു പതിവ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കഴിഞ്ഞ 14 വർഷം സുന്നി പള്ളിയിൽ റബ്ബന ആത്തിന നമസ്കാരത്തിന് ശേഷം പറഞ്ഞ ആളാ. ആ പറഞ്ഞ ഞാൻ വെറുതെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളൊന്ന് പരിധി നോക്കി, വെറുതെ എന്താ ഈ പറയുന്നതിൽ വല്ല മായനയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. എന്നാൽ പ്രിയമുള്ളവരെ, ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ ആരും ഇന്ന് ചെയ്യുന്ന കൂട്ടുപ്രാർത്ഥനയെ അംഗീകരിക്കുന്നില്ല. ആരാ ബിദ്അത്ത് ചെയ്തത്? 20,000-ഓളം വഖത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിന്റെ മുമ്പിൽ ഇമാമായി നിന്ന് നമസ്കരിച്ചു. അതിൽ ഏതെങ്കിലും ഒരു വഖത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞിരുന്നിട്ട് ഇന്ന് ചെയ്യുന്നത് പോലെ ദുആ ചെയ്തതായിട്ട് കാണിക്കാൻ കഴിയുമോ? ഇല്ല, പ്രവാചകൻ ചെയ്തിട്ടില്ല. അപ്പൊ പ്രവാചകന്റെ കാലത്തില്ല, സഹാബത്തിന്റെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല, തബഉ താബിഈങ്ങളുടെ കാലത്തില്ല, സലഫുസ് സാലിഹീങ്ങളുടെ കാലഘട്ടത്തിലില്ല, ഞങ്ങൾ അംഗീകരിക്കുന്ന ഇത്രയും ആൾക്കാരുടെ കാലത്തില്ല. അത് തന്നെയാണ് നമ്മളിപ്പോ ചെയ്യണത്. അവർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മളും ചെയ്യുന്നില്ല. എന്നാൽ ഇവരംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ കാലത്തുണ്ടോ? അതും കൂടെ നോക്കാം. ഈ 5 കഴിഞ്ഞിട്ട് പിന്നെ ഇവരംഗീകരിക്കുന്ന ഇമാം ഷാഫി, ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം അബു അഹ്മദ് ഹംബൽ റഹിമഹുമുല്ലാ, ഇവരുടെ കാലഘട്ടത്തിലുണ്ടോ? ഇല്ല, അതുമില്ല. അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഈ പറയുന്ന വിഷയം ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ്. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, സത്യം മനസ്സിലാക്കണം നിങ്ങൾ. എനിക്ക് നിങ്ങളോടൊരു കടമയും സ്നേഹമുണ്ട്. അത് ആ ബാധ്യത നിറവേറാൻ വേണ്ടിയാണ് ഞാനിത് പറയണത്. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ഞാൻ ഈ കാര്യം ഇവിടെ തുറന്നു പറഞ്ഞാൽ എനിക്ക് എന്റെ റബ്ബ് കൂലി തരുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിത് പറയണത്. ഒരുപാട് ശാരീരികമായ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടും ഇന്ന് ഈ വാരത്ത് ഈ മണ്ണിൽ നിന്നുകൊണ്ടിത് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണുള്ളത്. കാരണം ഈ ദീനിന്റെ സത്യാവസ്ഥ ജനങ്ങളോട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതിന്റെ വേദിയാണല്ലോ ഇത്. ആ പള്ളിയുടെ മിമ്പറിന്റെ ചോട്ടിൽ നിന്ന് പറയാൻ കഴിയുമോ? പറയാൻ കഴിയില്ല. അത് പറഞ്ഞാല് പേര് തരും, മുജാഹിദ് എന്ന പേര് തരും. പള്ളി പിന്നെ ജോലി ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ബഹുമാനപ്പെട്ട മദ്ഹബിന്റെ ഇമാമികളിൽ ഇവിടെയുള്ള സുന്നി വിഭാഗം അംഗീകരിക്കുന്ന മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കിതാബുകളുടെ ഉദ്ധരണി എല്ലാം വായിക്കുന്നില്ല. കിതാബുകളുടെ ഉദ്ധരണിയിൽ ചില ഭാഗങ്ങൾ വായിക്കാം, ബാക്കി കിതാബിന്റെ പേരും പറയാം. അപ്പൊ മനസ്സിലായിക്കോളും കേട്ടോ. മദ്ഹബിന്റെ ഇമാമിലെ പ്രഗത്ഭനായ ഇമാമാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമേതാ? കിതാബുൽ ഉമ്മ. കിതാബുൽ ഉമ്മ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ആ കിതാബുൽ ഉമ്മിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയുടെ വിധി പറയുകയാണ്. ഈ വിധി ഇവിടെ ഞാൻ 2-3 കിതാബുകളുടെ ഉദ്ധരണികൾ വായിക്കും. ആ ഉദ്ധരണികൾ മുഴുവൻ കേട്ടിട്ട് ഈ സദസ്സൊന്ന് വിധി എഴുതണം. ഈ വിധി ആർക്കനുകൂലമാണ് എന്ന് ഞാൻ വായിക്കുന്നു. ഒന്നാമത് അദ്ദേഹം പറയുന്നു, കിതാബുൽ ഉമ്മിലെ കിതാബു സലാത്ത് ബാബു കലാമിൽ ഇമാമി വ ജുലൂസിഹി ബഅദ സലാം. അതാണ് ബാബ്. 1-ാം വാള്യം 242-ാം പേജിൽ ഖാല ശാഫിഈ, ഇമാം ഷാഫി പറയുകയാണ്, വ അഖ്താറു, ഞാൻ മുഖ്താറാക്കുന്നു. മുഖ്താറാക്കുന്നു പറഞ്ഞാൽ പ്രാധാന്യം കൊടുക്കുന്നു. ലിൽ ഇമാമി വൽ മഅ്മൂമി, ഇമാമിനും മഅ്മൂമിനും അൻ യുദ്കറ അല്ലാഹ ബഅദൽ ഇൻസിറാഫി മിനസ് സ്വലാത്തി, നമസ്കാരത്തിന് ശേഷം തിരിഞ്ഞതിന് ശേഷം 2 ആളുകളും അള്ളാഹുവിനെ ദിക്ർ ചെയ്യണമെന്നാണ് ഞാൻ മുഖ്താറാക്കുന്നത്. വയഖ്ഫിയാനി ദിക്റ, അവർ 2 പേരും ദിക്റിനെ പതുക്കെയാക്കണം. എപ്പോഴൊഴിച്ച് ഇല്ല അൻ യകൂന ഇമാമൻ യുഹിബ്ബു അൻ യതഅല്ലമ മിൻഹു, ദുആയിലൂടെ ദിക്റിലൂടെ തന്റെ ആളുകൾക്ക് ഈ ദിക്റും ദുആവും പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇമാം അല്ലെങ്കിൽ പതുക്കെ പറഞ്ഞാൽ മതി. എന്നാൽ പുറകിലിരിക്കുന്ന മഅ്മൂമിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശത്തോടു കൂടിയാണ് എങ്കിൽ ഫയജ്ഹറു, ഇമാം ഉറക്കെ ദുആ ചെയ്യണം. ഹത്താ യറാ, എത്രത്തോളം അതിർത്തി പറഞ്ഞിട്ടുണ്ട്. ആജീവനാന്തകാലം പഠിപ്പിക്കലല്ല, അതല്ല അദ്ദേഹം പറയുന്നുണ്ട്. ഫയജ്ഹറു ഹത്താ യറാ, ഇമാം മനസ്സിലാക്കുന്നത് വരെ അന്നഹു ഖദ് തഅല്ലമ മിൻഹു, മഅ്മൂമിങ്ങളൊക്കെ ദിക്റും ദുആയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് വരെ. അങ്ങനെ മനസ്സിലാക്കിയാൽ സുമ്മ യുസിറു, പിന്നെ മുതൽ പതുക്കെ പറയണം. അപ്പോ ഇമാമിന് ദിക്റും ദുആയും ഉറക്കെയാക്കൽ എപ്പോഴാ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്? മഅ്മൂമിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. എന്ന് ഞാനൊന്ന് ചോദിക്കുന്നു. ഈ നാട്ടിലെ പ്രായമുള്ള ഒരു ഹാജിക്കാനെ നമുക്കെടുക്കാം. ഇവിടെയുള്ള നമ്മുടെ ജുമാഅത്ത് പള്ളിയിൽ 5 വഖത്ത് നിസ്കരിക്കാൻ മുടങ്ങാതെ പോകുന്ന ഏതെങ്കിലും ഒരു ഹാജിക്ക, ആ ഹാജിയോട് ചോദിക്കുകയാണ്,
എത്ര കാലമായി നിസ്കരിക്കാൻ പോകുന്നു? ഏകദേശം ഒരു 45 കൊല്ലമായിട്ടുണ്ടാകും. എത്ര ഹജ്ജ് ചെയ്ത്? ഒരു 3 ഹജ്ജ് ചെയ്തിട്ടുണ്ടാകും. എല്ലാ വക്കത്തും മുടങ്ങാതെ പള്ളിയിൽ പോണല്ലേ? അതെ. ആ നിസ്കാരത്തിന് ശേഷം ഉസ്താദ് ദ്വാരക്കണ ദ്വാ എന്ന് പറഞ്ഞുതരാമോ? ഒന്ന് ചോദിച്ചു നോക്കിയേ, ഒന്ന് ചോദിച്ചു നോക്ക്. അത് പഠിച്ചിട്ടില്ല. കാരണം അത് പഠിക്കാൻ വരുന്നതല്ല. അവരുടെ വിശ്വാസം ഇമാമ് പറയലും ഞങ്ങളുടെ ഉത്തരവാദിത്തം ആമീൻ പറയലുമാണ്. ആമീൻ പറഞ്ഞ ഞങ്ങളുടെ ബാധ്യത തീർന്നു എന്നാണ്. പക്ഷേ അതല്ല. ഇമാമിന് ഉറക്കെ ദുആ ഇറക്കാൻ അനുവാദം ഇമാം ഷാഫി കൊടുത്തത് എപ്പോഴാ? പഠിപ്പിക്കാനാ. പഠിച്ചു കഴിഞ്ഞാലോ ഒരു 10 ദിവസം പഠിപ്പിക്കുക. പുതിയ ഖത്തീബ് വന്ന് ജോയിൻ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ആയിക്കോട്ടെ. കാരണം പുതിയ ഖത്തീബ് വന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ പുതിയ SI വന്ന് ജോയിൻ ചെയ്യണ പോലെയല്ലേ? അപ്പോ ആ പഠിപ്പിച്ചു കൊടുക്കൽ ഒരു 10 ദിവസം പഠിപ്പിക്കട്ടെ, അല്ലേ വേണ്ട 1 മാസം പഠിപ്പിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ജനങ്ങളോട് പറയുക, ഞാൻ ഇത്രയും നേരം ഉറക്കെ പ്രാർത്ഥിച്ചത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ആ ദുആ എന്ന് പറഞ്ഞത് ഞാനൊന്ന് കേൾക്കട്ടെ, ആ ദിക്ർ എന്ന് പറയൂ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയാം. എന്നിട്ടോ അവര് പഠിച്ചാൽ പിന്നെ പതുക്കെയാക്കണം. ഇത് കിതാബുൽ എന്നാ ഉറക്കെ ആക്കാന്ന് പറഞ്ഞിട്ടില്ലേ മുസ്ലിയാരെ? അതിന്റെ വിശദീകരണം തരാം കേട്ടോ. ഇവിടെ സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും പരിചയമുള്ള ഒരു കിതാബാണല്ലോ ഫത്ഹുൽ മുഈൻ. ഫത്ഹുൽ മുഈൻ അറിയാത്ത ആരും ഉണ്ടാകൂല. നമ്മുടെ കുഞ്ഞിപ്പള്ളിയിൽ, മാഹി കുഞ്ഞിപ്പള്ളിയിൽ മറവ് ചെയ്ത് കിടക്കണ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ രചിച്ച കുട്ടി തുഹഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈന്റെ മുസന്നിഫ് പറയുന്നു, ഞാൻ അതേ പറയുന്നുള്ളൂ, നിങ്ങൾ എല്ലാ കിതാബും അനുസരിച്ച് ജീവിക്കണമെന്ന് ഞാൻ പറയണില്ല. ഷാഫി മദ്ഹബിലെ ആ ആധികാരികമായ ഗ്രന്ഥങ്ങളും അനുസരിച്ചൊന്ന് ജീവിക്കും, എന്നാൽ തന്നെ കുറെ മാറ്റം വരും. ആ ആധികാരികമായ ഗ്രന്ഥത്തിൽ പറയുന്നു, ഫത്ഹുൽ മുഈൻ പറയുന്നു, ഈ വാഴത്തുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫത്ഹുൽ മുഈനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇവിടെ മുമ്പ് പല ദർസുകളും നടന്നതാണല്ലോ. ഞാനും ദർസ് നടത്തിയിട്ടുണ്ട്. ഇവിടെ നാട്ടുകാർ മുത്താലിമീങ്ങൾക്ക് ഫത്ഹുൽ മുഈൻ ഓതിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നാട്ടിലുള്ള നല്ല ശതമാനം ആളുകളും ഫത്ഹുൽ മുഈനെ കുറിച്ച് ബോധമുള്ളവരാണ്. ആ ഫത്ഹുൽ മുഈനിൽ പറയുന്നു, വസുന്ന, സുന്നത്താക്കപ്പെടും, ദിക്റും വദുആഉൻ, ദിക്റും ദുആഉം സുന്നത്താക്കപ്പെടും, അകിബഹ, ആ നമസ്കാരത്തിന് ശേഷം ദിക്റും ദുആഉം സുന്നത്താക്കപ്പെടും. എന്നിട്ട് സിർറൻ, പതുക്കെ സുന്നത്താക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഖാല ശൈഖുന, ശൈഖുന പറഞ്ഞു. ശൈഖുന എന്ന് പറഞ്ഞാൽ AP അബൂബക്കർ മുസ്ലിയാരല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. ശൈഖുന പറഞ്ഞു, അതായത് ശൈഖുന കൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥം ഇതിന്റെ അസ്ലി കിതാബ് തുഹഫയാണ്. ആ തുഹഫയുടെ മുസന്നിഫിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണ് പറയണത്. ഖാല ശൈഖുന, ശൈഖുന പറഞ്ഞു, അമ്മൽ മുബാലഗത്തു ഫിൽ ജഹ്രി ബിഹിമാ, ദിക്റും ദുആവും ഉറക്കെ പറഞ്ഞു ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കല്, ഫിൽ മസ്ജിദി, വീട്ടിലല്ല, ഫിൽ മസ്ജിദി, പള്ളിയിൽ, ബിഹൈസു യഹ്സുലു തശ്വീഷ്, ജനങ്ങൾക്ക് വസ്വാസ് ഉണ്ടാകുന്ന രീതിയിൽ. പുറകിൽ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും, സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാകും, ഒറ്റക്ക് ദ്വാരക്കുന്ന ആൾക്കാർ